ഗൈസ് ഒരു കിടുക്കാച്ചി മഴ പെട്ടെന്ന് പെയ്ത മഴ കേട്ടോ. നമ്മളന്ന് പെട്ടെന്ന് വന്ന് പോവാം, അടുത്തുള്ള സ്ഥലമാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് കുടയും കാര്യങ്ങളൊന്നും എടുത്തില്ല. അതുകൊണ്ട് നമ്മളിതാ ഇവിടെ ഒരു വീട്ടിനകത്ത് കയറിയിരിക്കുകയാണ്. ആശിക്കുട്ടൻ ഇവിടെ ഉണ്ട്. ആശിക്കുട്ടനെ ചെറുതായിട്ടൊന്ന് നനഞ്ഞു, പക്ഷെ അവനെ തോർത്തിട്ടുണ്ട്. വാച്ച് ഇവിടെ ഫുള്ള് നനഞ്ഞ് കുളിച്ച് നിൽക്കുകയാണ്. ഞാനെന്നപ്പോൾ നനഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾ വിചാരിക്കും, ഞാനും നനഞ്ഞു അത്യാവശ്യം. നമ്മൾ ഹലോ ഗൈസ്, ട്രാവൽ വിത്ത് അജയ്ജിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര പുറപ്പെടുന്നത് എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറള ഫാമിലേക്കാണ്. ആറള ഫാമിൽ ഒരുപാട് ബ്ലോക്കുകളുണ്ട്. 1-ാം ബ്ലോക്ക്, 2-ാം ബ്ലോക്ക് തൊട്ട് 10, 12 അങ്ങനെ പല പല ബ്ലോക്കുകളുണ്ട്. അതിൽ 9-ാം ബ്ലോക്കിൽ ഒരു സൂപ്പർ കാഴ്ചയുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ദിവസം ഞാൻ അവിടെ പോയിരുന്നു. പോയ സമയത്ത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫാമിലി ആയിട്ട് ഒന്ന് പോവാം, എന്നിട്ട് നിങ്ങളെ അതെല്ലാം കാഴ്ചകളും കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ നമ്മളൊപ്പം ആശിക്കൂട്ടറുണ്ട്, വൈഫുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓടന്തോട് ചപ്പാത്ത് പാലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇത് പുതിയതായി പണിത പാലാണ്. ഇത് പണ്ട് നമുക്ക് ഇവിടെ പാലം ഉണ്ടായിരുന്നില്ല. ഇവിടെ ചെറിയ ഒരു ചപ്പാത്ത് മാത്രമേ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പാലം പണിതു. ഇതാണ് നമ്മുടെ പാലം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിത് വന്ന വഴി ഇതാണ് കേട്ടോ, മണത്തന. അപ്പോൾ നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടേക്ക് ആറളത്തേക്കാണ് പോകേണ്ടത്. നല്ല കിടിലനൊരു പാലം കേട്ടോ. നമുക്ക് പുഴയൊന്ന് നോക്കാം. ആഷിക്കുട്ടനും അവളും അവിടെ കളിക്കുന്നുണ്ട്. പുഴ അസാധ്യ പുഴയാണ്, നല്ല ഭംഗിയാണ്. നമ്മളിവിടെ കുളിക്കാനൊക്കെ വരാറുള്ളതാണ് ഗൈസ്. സാധാരണഗതിയിൽ മഴക്കാലത്ത് മാത്രമാണ് ഇതിപ്പോൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുക. ഇതിലും വെള്ളം വരും കുറച്ചുകൂടെ കഴിയുമ്പോൾ. ഇപ്പോൾ സിംഗിൾ, പണ്ട് മഴയില്ലാത്ത സമയത്ത് ആ തൂണ് കാണുന്നില്ലേ, ഇതാ ഈ തൂണിൻ്റെ ഈ സൈഡിലൂടെ മാത്രമേ, ഈ റൈറ്റ് സൈഡിലൂടെ മാത്രമേ വെള്ളം ഉണ്ടാവാറുള്ളൂ. ഇപ്പം മഴയായതുകൊണ്ട് നല്ല നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. എന്താ തുള്ളിച്ചാട്ടം? ചെരുപ്പന്തിയേ? ആശീൻ്റെ ചെരുപ്പ് എവിടെ? വണ്ടീൻ്റെ അടുത്തുണ്ടോ? ഓക്കേ. വാച്ചാ ചെടി അങ്ങനെ സൂപ്പർ അല്ലേ? നല്ല അടിപൊളി ഒരു മരം, നല്ല അടിപൊളി. ഇവിടെ മൊത്തത്തിൽ അടിപൊളി കേട്ടോ. ആകാശവും ഈ പ്രകൃതിയും ഒക്കെ നല്ല അടിപൊളി ഭംഗിയാണ് ഗായ്സ്. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗായ്സ് നമുക്ക് നേരെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് പോകാം കേട്ടോ. നമുക്ക് നേരെ ആറളം ഫാമിലേക്ക് കിടക്കാം ഗായ്സ്. ഈ പാലം കഴിഞ്ഞാൽ ഈ പാലം കഴിഞ്ഞ് അപ്പുറത്ത് നേരെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനായി. അധികം ദൂരമൊന്നുമില്ല, വളരെ അടുത്താണ്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക്. അപ്പോൾ ഗായ്സ് നമ്മൾ യാത്ര തുടങ്ങുകയാണ്. നമ്മൾ നേരെ ആറള ഫാമിൻ്റെ ഉള്ളിലേക്ക് കിടക്കുക കേട്ടോ. ഇതാണ് ആറള ഫാമിൻ്റെ ഉള്ളിലേക്ക്. ഇതൊരു ജംഗ്ഷനാണ്. ഇത് ഇടയ്ക്കു നിന്നുള്ള വഴി, ലെഫ്റ്റിലോട്ടുള്ള വഴി വെച്ചിട്ടുണ്ടെങ്കിൽ ആറള പാലപ്പുഴയിൽ നിന്ന് വരുന്ന വഴിയാണ്. നമുക്ക് നേരെ ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഇത് കീഴ്പള്ളിയിലേക്കും പോവാം ഇതിലെ. ഇവിടെ ബാങ്ക് സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു വർക്ക്ഷോപ്പാണിത്. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇവിടെ അമ്പലം കാണിച്ചു തരാൻ പറ്റില്ല, സോറി. നമ്മളിനി കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞ സ്ഥലത്തെത്തും കേട്ടോ. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്ത് ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പല അന്യ സംസ്ഥാനങ്ങളിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ തന്നെ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ആ കാഴ്ച കാണാൻ വേണ്ടി കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് ഞങ്ങൾ ഫാമിലിയായിട്ട് ഗുണ്ടൽപേട്ട് വരെ പോയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്ത് കാഴ്ചയായിരിക്കും അല്ലേ. ഇത് ഏക്കർ കണക്കിന് സ്ഥലമാണ് കേട്ടോ ഗൈസ്. ഏക്കർ കണക്കിന് സ്ഥലം കിടക്കുകയാണ്. ആറള ഫാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏക്കർ കണക്കിന് സ്ഥലം കിടക്കുകയാണ്. പല പല കൃഷികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്
ആ ഗൈസ്, നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ എത്തിയതിന് ശേഷം ഇനി ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം ഗൈസ്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ സ്ഥലം എത്തി. നമുക്ക് ഇവിടെ വണ്ടി നിർത്താം. ഇന്ന് പണിക്കാർ ആരും ഇല്ലയെന്ന് തോന്നുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും നമുക്ക് ആ പണിക്കാരുണ്ട് അവിടെ അല്ലേ? കേട്ടോ, അവിടെ ആരെ കാണുന്നുണ്ടല്ലോ. കുറച്ച് ആടുകളെ മാത്രമേ ഉള്ളൂ. ദൈവം, നല്ല അല്ലേ, അടിപൊളി സ്ഥലമല്ലേ. നമുക്കിവിടെ നിർത്താം ഗൈസ്. നമ്മൾ പറഞ്ഞ സംഭവം ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുകയാണ്. ചെണ്ടുമല്ലി. ഞാൻ അവരിവിടെ ഉണ്ടെങ്കിൽ, പണിക്കാരുണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു വന്നത്. പക്ഷെ പണിക്കാരും കാണുന്നില്ല. ഇത് ഇത്രയും ഇങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ അവർ ഇപ്പം ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത് ഓണത്തിനോടനുബന്ധിച്ച് നമ്മുടെ ഇപ്പോൾ 2 മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം അടിപൊളി ഒരു പൂന്തോട്ടമായി മാറും, അടിപൊളി ഒരു വ്യൂ ആയി മാറും എന്നാണ് നമുക്ക് വിചാരിക്കാം. ആ സമയത്ത് വീണ്ടും നമുക്ക് ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കണം. എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഇല്ല. കണ്ടോ, ഇത് കണ്ടോ, ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇതിങ്ങനെ കിടക്കുകയാണ് ഗൈസ്. ഏക്കർ കണക്കിന് സ്ഥലത്ത് നമുക്ക് ഈ ഒരു പരന്ന് കിടക്കുകയാണ്. പക്ഷേ ഞാൻ അന്ന് വന്ന സമയത്ത് ഇവിടെ നിറച്ച് പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആരും ഇല്ല. പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തായാലും ഇവിടം വരെ വന്നു അല്ലേ? അപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ കാഴ്ച ഒന്ന് കാണിക്കാം. അവൻ കൈ പിടിക്കണ്ട, ഇത് തുടരുത് കേട്ടോ ആശിക്കുട്ട, ചിലപ്പോൾ ഷോക്ക് ഉണ്ടാവും. ഇവിടെ കമ്പി ഇട്ടിട്ടുണ്ട്. ആശിക്കുട്ട ശ്രദ്ധിക്കുക. ആശിക്കുട്ടനെ പിടിച്ചോ ഗൈസ്. ഞാൻ അതിൻ്റെ ഒരു ഇല കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ചെണ്ടുമല്ലിൻ്റെ ഒരു ഇലയെങ്കിലും ഇതാണോ ഈ സാധനം. ഇതിപ്പോൾ കൃഷി ചെയ്തിട്ടാണുള്ളത്. ഇതിപ്പോൾ നട്ട് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ കണ്ടോ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് ഗൈസ്. ഇതിനിപ്പോൾ എല്ലാം കൂടെ അങ്ങ് പൂത്ത് വിടർന്ന് നിൽക്കുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും ഗൈസ്. നമുക്കിനി ഗുണ്ടൽപേട്ടോ അവിടെ ഇവിടെ ഒന്നും പോകണ്ട. നമുക്ക് നേരെ കണ്ണൂർ ജില്ലയിലെ ആറള ഫാമിൽ വന്നു കഴിഞ്ഞാൽ കിടുക്കാച്ചി പൂക്കളുടെ ഒരു അല്ലേ മാച്ചു, നീ പറ. നീ ഇത് കാണാൻ വേണ്ടിയല്ലേ നമ്മളന്ന് ഗുണ്ടൽപേട്ട വരെ പോയേ? ഓക്കെ, അത് ഓട്ടോറിക്ഷയും കാര്യം, ഓട്ടോയൊക്കെ വരുവാണ്. എന്ത് ഭംഗിയല്ലേ ഇതിനകത്ത് കൂടെ. ആഹാ, അടിപൊളി കേട്ടോ. ഓക്കെ, ഓട്ടോറിക്ഷ പോകാൻ അടിപൊളി അടിപൊളി. ഹലോ ഗായ്സ്, ചെറിയൊരു നിരാശയുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് ഇതിനെക്കുറിച്ച് വ്യാപകമായിട്ട് നല്ല വൃത്തിക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഇവിടെ പണിക്കാരോ കാര്യങ്ങളോ ആരും തന്നെ ഇല്ല. പക്ഷേ എന്തായാലും നമ്മുടെ ഈ ഒരു സംഭവമായിരുന്നു ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത്. അത് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതൊരു 2 months 2 മാസം 3 മാസത്തിനുള്ളിൽ 2.5 മാസത്തിനുള്ളിൽ ഇതൊരു കിടുക്കാച്ചി പൂന്തോട്ടമായി മാറും. അടിപൊളി. നമുക്കിനി വേറെ എവിടെയും പോകണ്ട. ഇങ്ങനത്തെ ഒരു പൂക്കളും കാണാൻ വേണ്ടിയിട്ട് അന്യ സംസ്ഥാനങ്ങളിലോട്ടൊന്നും പോകണ്ട. നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ അടിപൊളി അടിപൊളി വണ്ടിയൊക്കെ വരുമ്പോൾ ഇവർ കിടന്ന ഡിസ്കോ ഡാൻസ് കളിക്കാണ് ഗൈസ്. അത് അടുത്ത ഓട്ടോച്ച വരുന്നുണ്ട്. ഓട്ടോച്ച ഒരു അടിപൊളി ഒരു ഓട്ടോച്ച വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വേറൊരു കാഴ്ചയും കൂടെ, എന്തായാലും ഇത് ഫ്ലോപ്പായ സ്ഥിതിക്ക് നമുക്ക് വേറൊരു കാഴ്ചയും കൂടെ കാണാൻ പറ്റുമോ നമുക്ക് നോക്കാം ഗൈസ്. ഒരു കിടുക്കാച്ചി മഴ പെട്ടെന്ന് പെയ്ത മഴ കേട്ടോ. നമ്മളന്ന് പെട്ടെന്ന് വന്ന് പോവാം, അടുത്തുള്ള സ്ഥലമാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് കുടയും കാര്യങ്ങളൊന്നും എടുത്തില്ല. അതുകൊണ്ട് നമ്മളിതാ ഇവിടെ ഒരു വീട്ടിനകത്ത് കയറിയിരിക്കുകയാണ്. ആശിക്കുട്ടൻ ഇവിടെ ഉണ്ട്. ആശിക്കുട്ടനെ ചെറുതായിട്ടൊന്നും നനഞ്ഞു, പക്ഷെ അവനെ തോർത്തിട്ടുണ്ട്. അച്ഛൻ ഇവിടെ ഫുള്ള് നനഞ്ഞ് കുളിച്ച് നിൽക്കുകയാണ്. ഞാനെന്നപ്പോൾ നനഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾ വിചാരിക്കും. ഞാനും നനഞ്ഞു അത്യാവശ്യം. നമ്മൾ പെട്ടെന്ന് കയറി കേട്ടോ. തൊട്ടടുത്ത് തന്നെ ഒരു ഷെഡ് ഉണ്ടായിരുന്നത്. ഈ ഷെഡ് ഇവിടേക്ക് നമ്മൾ പെട്ടെന്ന് ഈ കണ്ട വഴിയിലൂടെ നമ്മൾ റോഡതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇത്രയും ദൂരം നമ്മളിതാ അവിടെ നിന്ന് കുറച്ച് ആ ഇറക്കം ഇറങ്ങി വരുന്ന സമയത്താണ് മഴ പെയ്തത്. എന്നാലും ചാടി കയറി നമ്മളിവിടെ എത്തി അല്ലേ ഗൈസ്? അല്ലേ, രക്ഷപ്പെട്ടല്ലേ രക്ഷപ്പെട്ട? ഇതാരോ പണ്ട് താമസിച്ച സ്ഥലം തോന്നുന്നു. ഇവിടെ അടിപൊളി എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആണ് ഐലവി ശോഭ, വാസു ശോഭ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ചെന്നിട്ട് വേറൊരു സ്ഥലത്തൂടെ പോകാമെന്ന് പറഞ്ഞായിരുന്നല്ലോ അല്ലേ? പക്ഷേ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മഴ അല്ലേ? ഭയങ്കര മഴ പെയ്ത്. അപ്പോൾ വീട്ടിൽ വന്ന് അപ്പോൾ ഇത് ഉച്ചയ്ക്ക് നമ്മൾ ചോറൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ രാവിലെ ചായ കുടിച്ചിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വൈകുന്നേരം തിരിച്ചു വരാൻ വേണ്ടി മഴയായതുകൊണ്ട് ലേശിട്ടാ മഴയായതുകൊണ്ട് എന്തായാലും ഇനി മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. വീട്ടിൽ വന്ന് ചായയെല്ലാം കുടിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട വീഡിയോസ് ഉണ്ട്. നമ്മളിപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് 2 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനിപ്പോൾ സൂപ്പറായിട്ട് ആ പൂക്കളൊക്കെ ആയതിനു ശേഷം ചെണ്ടുമല്ലിയൊക്കെ വിരിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും അങ്ങോട്ടേക്ക് ചെല്ലാം അല്ലേ?
അപ്പം അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അല്ലേ? അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.